ഇനി നീ കണ്ടു തുറക്ക്, ഇനി നീ കണ്ടു തുറക്കടാ എടാ പറഞ്ഞു തന്നിട്ടുണ്ട്. 10 days long മുംബൈ രാജസ്ഥാൻ ട്രിപ്പ് സീരീസ് പാർട്ട് 5. രാവിലെ എഴുന്നേറ്റിട്ട് തപ്പോട് തപ്പ്. ഇയർഫോൺ കാണണ്ടേ? ഒരെണ്ണം എന്റെ ചെവിയിലിരിപ്പുണ്ട്, ഭാഗ്യത്തിന് ഫോൺ എന്റെ അടുത്തിരിപ്പുണ്ട്, മറ്റേത് കാണുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തൊട്ട് അടിയിൽ ഈ ചുമന്ന ഷീറ്റ് വിരിച്ച് കിടക്കുന്ന ചേട്ടനെ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അതിന്റെ പൊക്കത്ത് കിടക്കുന്ന നമ്മുടെ ഐറ്റം മാത്രം കണ്ടില്ല. അവസാനം അതൊന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മുടെ ശ്വാസം നേരെ വീണത്. ട്രെയിൻ ഇന്നലെ രാത്രി പുറപ്പെട്ടതായതുകൊണ്ട് രാവിലെയായിരുന്നു TT വന്ന് ടിക്കറ്റ് ഒക്കെ ചോദിച്ചത്. ഈ ട്രെയിൻ യാത്രയുടെ ഏറ്റവും വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? 1, ടിക്കറ്റ് ഫെയർ എങ്ങനെ നോക്കിയാലും കുറവായിരിക്കും. 2, ഫുൾ ടൈം ഇരുന്ന് മുഷിയേണ്ട കാര്യമില്ല, നമുക്ക് അത്യാവശ്യം എഴുന്നേറ്റ് നടക്കുകയും ചെയ്യാം. ഈ ലോങ് ഡിസ്റ്റൻസ് ലോ ബഡ്ജറ്റ് ട്രിപ്പൊക്കെ പോകേണ്ടവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ട്രെയിൻ. ഇനി നീ കണ്ടു തുറക്ക്, ഇനി നീ കണ്ടു തുറക്കടാ എടാ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണെന്നറിയത്തില്ല, ഓറഞ്ച് നിന്ന കൈ ബാക്കി തൊലി വരും. ആ തൊലി വെറുതെ കളഞ്ഞാൽ മതി, പക്ഷെ കളയാൻ തോന്നിയില്ല. ഇങ്ങനെ ഒരു പരിപാടി ചെയ്തില്ലെങ്കിൽ നമുക്കൊരു സുഖമില്ല. ഇതിലാകെ ഒരു സങ്കടം ഉണ്ടായുള്ളൂ, അലൻ്റെ കണ്ണിൽ മാത്രം എനിക്ക് ഒഴിക്കാൻ പറ്റിയില്ല. എപ്പോൾ ഒഴിച്ചാലും അവൻ്റെ കണ്ണാടിയിലായിരുന്നു വീണോട്ടിരുന്നത്. ബാക്കി എല്ലാവരുടെയും കണ്ണിൽ നല്ലോണം പോവുകയും ചെയ്ത് നല്ലോണം നീറുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓറഞ്ച് തീറ്റയൊക്കെ കഴിഞ്ഞ് ഉച്ചഭക്ഷണമായിട്ട് ഞങ്ങൾ ബ്രെഡും ജാമുമായിട്ടാണ് കഴിച്ചത്. ബാക്കിയെല്ലാം കൃത്യമായിട്ട് മേടിച്ച് ജാം പെട്ടാനുള്ള സ്പൂൺ മേടിക്കാൻ മറന്നുപോയി. അവസാനം സിദ്ധാർത്ഥ് അവൻ്റെ ബാഗിലുണ്ടായിരുന്ന ഏതോ ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുത്തിട്ട് ഞങ്ങൾക്ക് ജാം പെട്ടെടുത്തിടുമായിരുന്നു. ഞങ്ങൾ ഇന്നലെ മുംബൈയിൽ നിന്ന് ഏകദേശം രാത്രി 12 മണിയായപ്പോഴേക്കാട്ടോ പോകുന്നത്. ഇവിടെ ഉദയപൂർ 2:40 എത്തി. അത് റൈറ്റ് ടൈം ആയിരുന്നു. അങ്ങനെ മുംബൈ ടു ഉദയപൂർ ഇൻ ആൻ ആവറേജ് ഏകദേശം 15 മണിക്കൂർ എടുത്തു. ഇവിടെ വന്നിട്ട് ഊബർ വിളിക്കാൻ നോക്കിയിട്ട് വർക്കായില്ല കേട്ടോ. അവസാനം ഞങ്ങളൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയത്. ഞങ്ങൾ ചെന്നപാടെ ഒട്ടും തന്നെ സമയം കളയാതെ ലഗേജൊക്കെ വെച്ച് ഒന്ന് ഫ്രഷായി നേരെ കഴിക്കാൻ വേണ്ടി പോയി. ഇവരുടെ ഏറ്റവും ടോപ്പിലെ ഫ്ലോറിൽ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങൾ അവിടെയാണ് കഴിക്കാൻ വേണ്ടി പോയത്. അവിടെ നിന്നുള്ള വ്യൂവും നല്ല അടിപൊളിയായിരുന്നു. രാത്രി ആയപ്പോഴേക്ക് ഞങ്ങളൊരു കാറൊക്കെ വിളിച്ച് നേരെ ടിബറ്റ് മാർക്കറ്റിൽ പോയി. അവിടെ പോയി അവരുടെ മാർക്കറ്റൊക്കെ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ട് നേരെ കുറച്ച് മോമോസും പാനിപ്പൂരിയും 2 കോണും പിന്നെ അവരുടെ തന്നെ ഏതോ 2 സ്നാക്സും കൂടെ ട്രൈ ചെയ്തിട്ട് പോകുന്നു. ഊബർ വിളിച്ചുകൊണ്ടുള്ള ഈ നടത്തം ഫിനാൻഷ്യലി ഫീസിബിൾ അല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നേരെ പോയി 2 സ്കൂട്ടർ എടുത്ത് തിരിച്ച് വീട്ടിൽ പോകുന്നു. സോറി, ഹോട്ടലിലേക്ക് പോകുന്നു. ഇത്രയും ദിവസത്തെ പോലെ അല്ല കേട്ടോ, ഇന്നിപ്പോൾ -12 ആയിരുന്നു. അതിൻ്റെ കൗതുകത്തിൽ വായിന്ന് പുക വിട്ട് കളിക്കുന്നതാണ് നിങ്ങളെ കാണുന്നത്. അപ്പോൾ ബാക്കി നാളെ